സോ ഹലോ ഗായ്സ്, മൈൻക്രാഫ്റ്റിൻ്റെ വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ പിന്നെ തിരിച്ചു വന്നേക്കണം. മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് പാർട്ട് 2 ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഗൈസ് എന്താ പറയുക വീഡിയോ വൈകാൻ താമസിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായി, അങ്ങനെ അതുകൊണ്ടാണ് താമസിച്ചത്. പിന്നെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താ പറയുക വീടും കാര്യങ്ങളൊക്കെ പണിഞ്ഞാണ് നമ്മൾ വീഡിയോ നിർത്തിയത്. പിന്നെ ഞാൻ കുറച്ച് വീടും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഗൈസ് ഇപ്പം എന്താ പറയുക ഒരു മൂഡ് മൊത്തം പോയി. നമ്മൾ ഐറ്റംസും കാര്യങ്ങളൊക്കെ പോയി ഒരു വലിയ കഥയാണ് ഗൈസ്. ഞാൻ ഇതിനു മുമ്പേ ഗെയിം റെക്കോർഡ് ചെയ്തതാണ്. ആ ഗെയിം എന്താ പറയുക ഞാൻ ഇന്നലെ തന്നെ റെക്കോർഡ് ചെയ്തതാണ്, പക്ഷേ എല്ലാം പോയി ഗൈസ്. അത് ഞാൻ പറഞ്ഞു തരാം. പിന്നെ നമ്മളെ വീടും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്താൽ വീടൊന്ന് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മുടെ വീട് കണ്ടല്ലോ, ഇതാണ് ഗൈസ്. ഞാൻ കുറേ കാര്യങ്ങൾ വീഡിയോ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക നമ്മളെന്താ പറയുക ഇവിടെ ബ്ലോസം സാപ്ലിങ്സ് അവിടെ നിന്ന് എടുത്ത് ഞാൻ ഈ ട്രീ ഇവിടെ കൊണ്ട് സെറ്റാക്കി ബോർഡ് മില്ലൊക്കെ വെച്ച്. പിന്നെ ഇവിടെ ഒരു ഇത് തന്നെ ഉണ്ടായതായിട്ടോ. പിന്നെ അങ്ങനെ പിന്നെ ഇവിടെ കുറേ ഫ്ലവേഴ്സൊക്കെ നട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ എൻട്രൻസ് പഴയതുപോലെ തന്നെ കയറുന്നു. പിന്നെ ഇവിടെ കുറേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിരുന്നു, സെറ്റാക്കി. പിന്നെ ചെസ്റ്റ് ഒന്നേ ഉള്ളല്ലോ, അതുകൊണ്ട് ഞാൻ സ്റ്റോർ റൂം ഇവിടെ ആയിട്ട് കുറച്ച് സെറ്റാക്കിയിട്ടുണ്ടോ. പിന്നെ ഇവിടെ മണ്ടയ്ക്ക് ഒരു ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഇവിടെയും കുറച്ച് ക്യാമ്പിലായിട്ട് ഇവിടെ ലൈറ്റൊക്കെ വെച്ചിട്ട് എന്താ പറയുക ഇവിടെ കുറച്ച് ബെഡ്റൂമും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ അയണെല്ലാം തീർന്നാൽ വേണ്ട ഇതെല്ലാം ഒപ്പിച്ചെടുത്തത്. അപ്പോൾ അയണെല്ലാം തീർന്നതുകൊണ്ടാണ് ഞാൻ എന്താ പറയുക മൈനിങ്ങിന് പോയത്. അത് കഴിഞ്ഞ വീഡിയോ എന്ന് വെച്ചാൽ ആ വീഡിയോ പോയി കഴിയുന്നു. അപ്പോൾ ഇന്നത്തെ എയിമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക നമ്മളൊരു മൈനിങ്ങിനും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. പിന്നെ നെതറിലൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നുണ്ട്. നെതറിൽ പോകാൻ 50-50 ചാൻസ് ആണ് നെതറിൽ പോകുന്നതായിട്ട്. കാരണം ഞാൻ ഒരു പൊട്ടത്തരം കാണിച്ച് എൻ്റെ എന്താ പറയുക 12 ഒബ്സീഡിയൻ ഉണ്ടായിരുന്നു. ഞാൻ നെതർ ഉണ്ടാക്കിയത് തെറ്റിപ്പോയി, അതുകൊണ്ട് ഒബ്സീഡിയൻ പൊട്ടിക്കാൻ ഡയമണ്ട് പിക്കാക്സ് ഇല്ല. സോ അപ്പോൾ ഞാൻ ഒരു കേവ് കൊണ്ട് അവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ആ കേവിൽ പോയി മൈനിങ് ചെയ്ത് ഭയങ്കര വലിയ കേവ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ എന്താ പറയുക നമ്മൾ ആ കേവിൽ പോയായിരുന്നു. കഴിഞ്ഞ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ റെക്കോർഡ് ചെയ്തൊരു വീഡിയോ. കേവിൽ പോയിട്ടൊരു പ്രശ്നമുണ്ടായി. ഞാനിത് പോയപ്പോൾ കുഞ്ഞു കേവാന്ന് വിചാരിച്ചാൽ പോയത്, പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴല്ലേ അറിയുന്ന വലിയ കേവാണ്. ഞാനത് ഒരുപാട് വശം ചെത്ത്, കാരണം ഭയങ്കര വലിയ കേവായിരുന്നു. ചത്തിയത്ത് ഏറ്റവും വലിയ ലൂട്ടൊക്കെ കിട്ടി, 2 സ്റ്റാക്ക് അയണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെന്താ പറയുക ആ ലൂട്ട് കൊണ്ട് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരാൻ ഭയങ്കര വലിയ വഴിയാണ് താഴോട്ട് വരാനായിട്ട്. ഭയങ്കര എന്ന് വെച്ചാൽ നല്ല വലിപ്പമുള്ള വഴിയായതുകൊണ്ട് ഭയങ്കര ഡീപ്പായിട്ടാണ് കേവേ. അതുകൊണ്ട് എന്താ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ ബുദ്ധിമുട്ടായിരുന്നു, കയറ്റം കയറി വരാം. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് വേറൊരു വഴി കണ്ടുപിടിച്ച് അതുവരെ കയറി വരാമെന്ന് വിചാരിച്ച് ഒരു വാട്ടർ സോഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ അതുവരെ മണ്ടക്കോട്ട് കയറിയതാണ്, പക്ഷേ ട്രാപ്പായിപ്പോയി കേസ്. അങ്ങനെ എല്ലാ ഐറ്റംസും പോയി മൂട് പോയി ഇറങ്ങിയപ്പോൾ ഞാൻ കേവ് വിടാട്ടായിരുന്നു എന്ത് അതിൻ്റെ ഈ ഇതുവരെ താരോട്ട് പോകും. ഞാൻ കേവിലെത്തിയിട്ട് കാണിച്ചു കേട്ടോ, ഒരുപാട് വലിയ വരി. സോ ഗായ്സ് കേവിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഗൈസ് കേവ്, ഭയങ്കര വലിയ കേവാണ് കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് വന്നപ്പോൾ തന്നെ ഇന്നലെ കേവ് കണ്ടുപിടിച്ച് വന്ന് ഞാൻ ഇവിടെ എന്താ പറയുക അപ്പോൾ രാത്രി ടൈം ആയതുകൊണ്ട് ഇവിടെയൊക്കെ ഭയങ്കര ഇരുട്ടായിരുന്നു. ഞാൻ വന്ന ഉടനെ തന്നെ വെള്ളമാണെന്ന് പറഞ്ഞൊരു താരോട്ടി അടി അവിടെ ഒന്നുമില്ലായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം ചത്ത്. പിന്നെ രണ്ടാമത്തെ ഒരു സോംബി വന്ന് കൊന്നായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഈ അറ്റത്ത് നിന്നാണ് ഇന്നപ്പോൾ സോംബി അവിടെ നിന്നൊന്നും അടിച്ച് ഞാൻ കണ്ടില്ല. ഈ പുതിയ അപ്ഡേറ്റ് വന്ന് സോംബിക്കൊക്കെ ഐക്യൂ കൂടിയെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല പെട്ടെന്ന് അവർ എതുവരെയൊക്കെയോ കറങ്ങി വന്ന് തന്നെ അടിച്ച്. പിന്നെ ക്രീപ്പർ പൊട്ടിച്ചത്ത്, അങ്ങനെ കുറേ പ്രാവശ്യം ചത്തിയത്ത് കുറേ ലൂട്ട് പോയി. പിന്നെ അവിടെ കണ്ട് ഇതുപോലെ ഒരു വെള്ളത്തിനെ കൂടെ മണ്ടക്കോട്ട് കയറിയതാണ്. അങ്ങനെ എന്നാണ്ട് ഇവിടെ കണ്ട് എത്തിച്ചേർന്ന്. ഞാൻ എത്തിക്കഴിഞ്ഞപ്പോഴല്ലേ അറിയുന്ന വയസ്സ് ഏതോ ഇവിടെ ട്രാപ്പായിപ്പോയി, തിരിച്ചു വരാൻ വഴിയുമില്ല, ശ്വാസവും കിട്ടാതെ അങ്ങനെ ചത്തുപോയി. ഇപ്പോൾ ഇവിടെ കണ്ട് നല്ല ലൂട്ടും കാര്യങ്ങളൊക്കെ കിട്ടും നമ്മളെ. പിന്നെ ഷീൽഡും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. വേണ്ടി താഴെയായിട്ടാണ് ലൂട്ടൊക്കെ ഉള്ളത്. ഞാൻ അവിടെ പോയി ചത്തത് തന്നെ. വേണ്ടി താഴെപ്പം ഇവിടെ അയണുണ്ട് കേട്ടോ. ഈ അയൺ അങ്ങ് എടുത്തിട്ട് ബാക്കി പരിപാടിയൊക്കെ ഇങ്ങനെ എടുക്കട്ടെ. ഒന്നേ വെള്ളം തോന്നി. ഇവിടെ കുറേ അയണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കാര്യം ചെയ്യുക ഗൈസ്, അപ്പം ഞാൻ ഇനിയും എന്താ പറയുക അയണൊക്കെ കിട്ടത്തില്ല. അപ്പോഴത്തേനും ഞാൻ കട്ട് ചെയ്ത് കാണിക്കില്ലേ. നിങ്ങൾക്ക് വീഡിയോ ഒരുപാട് ലോങ് ആയാൽ ബോറും ആകും. അതുകൊണ്ട് പൈസ അയൺ കിട്ടിയിട്ട് കാണാം കേട്ടോ. സോ ഗൈസ് എന്താ പറയുക ഒരു 11 അയൺ കിട്ടിയിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യുക ഗൈസ്, ഞാനപ്പം വുഡും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നു. അപ്പോൾ നമുക്ക് ഈ അയൺ അങ്ങ് മെൽറ്റ് ചെയ്തിട്ട് ഒരു അയൺ പിക്കാക്സ് ഉണ്ടാക്കുക. കാരണം ഇവിടെ കാണാൻ ഡയമണ്ട് ഇവിടെ കാണ്ട് കഴിഞ്ഞ് കളിച്ചപ്പോൾ കണ്ടായിരുന്നു. ഇവിടെ കാണ്ട് ഡയമണ്ട് എടുത്ത് കഴിഞ്ഞാൽ ഒബ്സീഡിയൻ അങ്ങ് ഒപ്പിക്കുക. അതുകൊണ്ട് ഞാൻ ഇവിടെ ഡയമണ്ട് കണ്ടത്. അപ്പോൾ ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുത്ത് ബാക്കി പരിപാടി വെക്കാം. പിന്നെ ഒരു സ്പോണർ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ, സോംബി സ്പോണർ. നമുക്കപ്പം കുറച്ചുകൂടെ അപ്ഗ്രേഡ് ആകുമ്പോൾ നമുക്കിവിടെ ഒരു SP ഫാം ഉണ്ടാക്കാം. പിന്നെ ഇവിടെ നിന്ന് ഞാൻ കുറച്ച് ലൂട്ട് ഒരു ആർമറും കാര്യങ്ങളൊക്കെ കിട്ടി. പൈസ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് അയണും കൂടെ എടുത്തിട്ട് ബാക്കി പരിപാടി താഴെ പോയി തപ്പി നോക്കാം. അവിടെ കിട്ടുമോയെന്ന് അറിയത്തില്ല. അയൺ അത്യാവശ്യം അയൺ ഉണ്ട് കേട്ടോ. അപ്പം ഒരു സ്റ്റാക്കായിട്ട് നമുക്ക് ഈ കേവിൽ നിന്ന് അങ്ങ് പോകാം ഗൈസ്. ഒരു ഡയമണ്ടും കൂടെ വേണം ഗൈസ്, എന്നാലും നമുക്ക് ഇവിടെ ഡയമണ്ട് ഞാൻ കണ്ടായിരുന്നു കേട്ടോ. താഴെയൊക്കെ പോയി തപ്പം താഴെയൊക്കെ അതുകൊണ്ട് ഗോൾഡ്
താഴെയൊക്കെ സോംബി ഐറ്റംസ് ഒക്കെ ഉണ്ട് ഗൈസ്. ഒരുപാട് സോംബീസ്. ക്രീപ്പർ പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഇതിനെ ഒന്ന് കൊന്നിട്ട് വരട്ടെ. സോ ഗൈസ് അപ്പോൾ മൈനിങ് കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ കുറച്ച് സീനൊക്കെ ഞാൻ കാണിച്ചുള്ളൂ, കാരണം ഇച്ചിരി ഫൈറ്റിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെന്താ പറയുക, ഡയമണ്ട് കിട്ടിയില്ല കേട്ടോ. ഡയമണ്ട് കുറച്ചുകൂടെ ഡീപ്പ് പോകണം, ഭയങ്കര ഡീപ്പ്, ഇനിയും ഡീപ്പായിട്ട് അടിയിലോട്ടുണ്ട്. പിന്നെ നമുക്ക് 64 സ്റ്റാക്ക് അയൺ കിട്ടി, പിന്നെ കുറച്ച് ആർമർ. എൻ്റെ പണ്ടത്തെ ഞാൻ പോയി ചത്തപ്പം എൻ്റെ ലൂട്ടൊക്കെ ഒരു സോമ്പ് എടുത്തിട്ട് അതിൻ്റെ കയ്യിൽ നിന്ന് ആർമറും കാര്യങ്ങളൊക്കെ കിട്ടി. 2 ഗോൾഡ് ലാപ്പീസ്, പിന്നെ കുറച്ച് ലാപ്പീസും ഗോൾഡും ഒക്കെ ഇഷ്ടത്തിനുണ്ടായത്. പിന്നെ എനിക്ക് വേണ്ട അയണായിരുന്നല്ലോ. അയൺ ഇനിയും ഉണ്ട് കേട്ടോ, ഇനിയും താഴോട്ട് ഇഷ്ടത്തിനുണ്ട്. ഞാൻ പിന്നെ 64 വരെ കളക്ട് ചെയ്ത് ഇങ്ങനെ ഇറങ്ങി കേട്ടോ, വലിയ ഗെയിമാണ്. സോ ഇതിപ്പോൾ എനിക്ക് ഡയമണ്ട് കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രിക്ക് ഉപയോഗിച്ച് നെതർ പോർട്ടൽ ഉണ്ടാക്കാവുന്ന. ലാവ ആദ്യം ഇട്ടത്ത് അതിൻ്റെ പുറത്ത് കൊണ്ട് ഡയമണ്ട് വെള്ളം ഒഴിച്ചാൽ ഒബ്സിഡിയൻ ആകുമല്ലോ, അങ്ങനെ വല്ലതും ചെയ്ത് നോക്കട്ടെ. എന്നാൽ ഒറ്റയൊരു ബ്ലോക്കിൻ്റെ കുറവേ ഉള്ളൂ ഗൈസ്, ഒറ്റയൊരു ബ്ലോക്ക്. ഞാൻ എന്തായാലും പോട്ടെ, ഈ അയണും കാര്യങ്ങളൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്ത് സെറ്റാക്കി ഇതെല്ലാം കൊണ്ട് ആ ചെസ്റ്റ് വെച്ചത് ബാക്കി ബന്തി. എൻ്റെ വീടെവിടാ? അതുകൊണ്ട് എത്തി എല്ലാം മെൽറ്റ് ചെയ്ത് ചെസ്റ്റ് വെച്ച് കണ്ട് ഒരു രാത്രി മുഴുവൻ കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഞാൻ വന്നത് തന്നെ. അത് നോക്കി ഇതെല്ലാം കൊണ്ട് മെൽറ്റ് ചെയ്ത് വേറെ പരിപാടിയൊക്കെ നോക്കിയിട്ട് ബാക്കി മെൽറ്റ് ചെയ്ത് കാണാം കേട്ടോ. സോ ആ ട്രിക്ക് വർക്കായിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്താ പറയുക, ഇവിടെ ലാവ കൊണ്ടുപോയിച്ചത്ത് വാട്ടർ ഇവിടെ ഒഴിച്ച് ആ ട്രിക്ക് ഉപയോഗിച്ചപ്പോൾ ഇവിടെ ഒബ്സിഡിയൻ കിട്ടി കേട്ടോ. ഇനി ഇതെല്ലാം പൊട്ടിച്ച് കളഞ്ഞത്ത് അപ്പോൾ നമ്മുടെ ഫുൾ നെതർ പോർട്ടൽ സെറ്റായിട്ടുണ്ട്. പോയി നമുക്കൊന്ന് നെതറിൽ പോയി നോക്കാം അവിടെ എന്തൊക്കെ ഉണ്ടെന്ന്, എവിടെ സ്പോണായി നോക്കാം. ആദ്യം ഈ നെതറിൻ്റെ ഇതങ്ങ് ലെഗിൻസ് ഇടട്ടെ. ഇല്ലെങ്കിൽ ചിലപ്പം പിഗ്ലിങ്സ് വല്ലതും ഉണ്ടായില്ലേ, തീർന്ന്. വലിയ ഫുഡൊന്നും ഇല്ല, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അയ്യോ എന്തേ കാണിക്കുന്നത്. സോ നമുക്ക് നെതറിലോട്ട് പോകണം കേട്ടോ. ഞാനങ്ങനെ കുറേ നേരം ചെയ്തതായി ട്രിക്ക് മനസ്സിലായത്. പിന്നെ നമ്മൾ ഈ ഒരു ഒബ്സിഡിയനും കൂടി സെറ്റായി. ഇപ്പോൾ നെതറിൽ പോണേ. ഓക്കെ, ഇപ്പോൾ നെതർ കത്തിച്ചതുകൊണ്ട് അപ്പോൾ നെതറിലോട്ട് കയറിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് കാണാം എവിടെ പോയി എത്തും നമുക്ക് നോക്കാം ഗൈസ്. മറ്റേ ആകാശത്തൊന്നും ആയിരിക്കില്ലേ, അത്രേ ഉള്ളൂ പറയാനായിട്ട് ഗൈസ്. ആ ട്രിക്ക് കുറേ നേരം ഞാൻ ഉപയോഗിച്ച്, എനിക്ക് ഒബ്സിഡിയൻ കിട്ടിയില്ലായിരുന്നു. അങ്ങനെ കുറേ നേരം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ട്രിക്ക് കിട്ടിയത് തന്നെ. അപ്പോൾ ആ നെതറിൽ നമ്മൾ എന്താ പറയുക അവിടെ വന്ന് സ്പോണായിട്ടുണ്ട് കേട്ടോ. എവിടാ, ഏതൊരു ഗുഹയ്ക്കകത്താണ് വന്നാൽ ഗൈസ് സ്പോണായത് തന്നെ. എന്തായാലും എന്തെങ്കിലും ടോർച്ച് ഇരിക്കട്ടെ. താഴോട്ട് പോകണം, മണ്ടയ്ക്കോട്ട് പോകാം. താഴോട്ട് പോകാം, ഡീപ്പാണ്. മണ്ടയ്ക്കോട്ട് നമുക്ക് പോകാം. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഗുഹയ്ക്കകത്തുമല്ലായിരിക്കും. ഇവിടെ തന്നെ പോയി ചാകരുത്, അത്രേ ഉള്ളൂ പറയാനായിട്ട്. അയ്യോ പേടിക്കണ്ടല്ലോ, ഞാൻ പേടിച്ചു കേട്ടോ. ഞാൻ മറ്റേ ലെഗിൻസ് ഇട്ടത്തോളൂ, അതുകൊണ്ട് പേടിക്കണ്ടില്ല. എപ്പരേ അത്തേരാ എന്തോ ഇത് എവിടെയാണ് സ്പോണായത്. കുറച്ച് ഗോൾഡിൻ കട്ടൊക്കെ ഉണ്ടാ, പിന്നെ എടുക്കാം. ഷിറ്റ് ഇപ്പോൾ ഓപ്പൺ ഏരിയ കണ്ടെത്തുണ്ടേ. ഓക്കെ, അവിടെ പോയി എന്തൊക്കെ ഉണ്ടോ നോക്കിയിട്ട് വരാം. ബാ, നമുക്ക് ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ പിന്നെ ഇതിട്ടേക്കുന്നുണ്ട്, അവരൊന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് മറ്റേ മാഗ്മയോ അങ്ങനെ എന്താണല്ലേ ഇതിൻ്റെ പേര്, സുനാപ്പി ചാടി ഇടപാട് തെറ്റിക്കും. ഇതങ്ങ് അടച്ചേക്ക്. ഇനി വെറുതെ എല്ലാം കൂടെ അകത്ത് കയറി വന്ന് ഇനി ചാകണ്ട. ഇപ്പം ആരും വരുത്തില്ലല്ലോ. അയ്യോ ഇതുവരെ എന്നാൽ വരില്ലേ, ഇപ്പം ആരും വരുത്തില്ലല്ലേ. വാട്ടർ ബക്കറ്റ് ഇവിടെ വെറുതെ എന്തിനാണ് ഉണ്ടെന്ന്. പിന്നെന്താ പറയുക, കുഴപ്പമില്ല. അത്യാവശ്യം ഇവിടെ ഒരു നല്ല സ്ഥലത്താണ് സ്പോണായാൽ തോന്നുന്നു. ഞാൻ എന്താ പറയുക, ഞാൻ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചാകാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ഇവിടെ നിന്ന് പൊട്ടിച്ച് പോയാലും അത് ഫുൾ കോൺഫിഡൻസ്. ചത്താലും കുഴപ്പമില്ല, നമുക്ക് വെളിയിലങ്ങ് ഇറങ്ങാം. എന്തായാലും ലൂട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയെല്ലാം വീട്ടില്ല. നെതർ ഫോർച്യൂൺസ് ഇടങ്ങാണ്ടല്ലേ. നമ്മൾ ആർമർ ഇട്ടേക്കുന്നതുകൊണ്ട് ഇവർ നമ്മളൊന്നും ചെയ്യത്തില്ല. അവരെ പക്ഷേ തൊട്ട് കഴിഞ്ഞാൽ തീർന്ന്. ഒരു ആവശ്യമാണ് ഗ്ലോ സ്റ്റോൺ, ഇതെനിക്ക് വേണം കേട്ടോ. രണ്ടെണ്ണം ഞാൻ എടുത്തോണ്ട് പോട്ടെ. ഇത് നമുക്ക് വീണ്ടും ഡെക്കറേറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ വെക്കാം, നല്ലതായത്. കുറച്ചേറെ ഇരിക്കട്ടെ. സോ അപ്പം എനിക്ക് തോന്നുന്നുണ്ട് അവിടെ കണ്ട് നെതർ ഫോർച്യൂൺസ് എത്തിയോ നെതർ ഫോർച്യൂൺസ് കൊള്ളാമല്ലോ. നമുക്ക് അടുത്ത വീഡിയോ അവിടെ പോയി നമ്മൾ ഓരോ പരിപാടിയൊക്കെ ചെയ്യും. നെതർ ഫോർച്യൂൺസ് അങ്ങനെയല്ലേ പേര്, മറ്റേ ബ്ലേസിനെ കൊല്ലുന്ന അവിടെ. കൊള്ളാം കേട്ടോ, നല്ലൊരു വേൾഡ് ആയതുകൊണ്ടാന്ന് തോന്നുന്നു. ആ സാധനം അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. നമുക്കപ്പോൾ നമ്മൾ എന്താ പറയുക, മറ്റേ ബ്ലേസിൻ്റെ സ്റ്റിക്ക് കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കി. മഷ്റൂം എന്തിനാ സ്റ്റിക്കാക്കി. അയ്യോ ഈ സുനാപ്പി വന്നേ, എന്തിയടാ ഷിറ്റ്. ഈ ചാടി ഇരിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല അത് സാധനം. അയ്യോ ചത്തോ. അയ്യോ പറഞ്ഞ അതിനി വന്ന് എന്താ പറയുക, ആ സുനാപ്പികളെല്ലാം കൂടെ എന്നെ അടിക്കാൻ വന്ന് ഇപ്പം ചത്തുപോയതിന് കേസ് എങ്ങനെ രക്ഷപ്പെട്ടു. പിന്നെ നമ്മൾ കുറച്ച് എന്താ പറയുക
മറ്റേ നെതർ ഫോർച്യൂൺസ് കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, കുറച്ച് നല്ല നല്ല ഐറ്റംസൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണ്ട ഐറ്റംസൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് അയ്യോ രാത്രിയായി. സോ നമുക്ക് വീട്ടിൽ പോയി കിടന്നുറങ്ങിയിട്ട് രാവിലെ നോക്കാം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ അവിടെ പോകുന്നതായിരിക്കും കേട്ടോ. ഉറപ്പാണ് അവിടെ പോകുന്നതായിരിക്കും. എന്തായാലും അടുത്ത വീഡിയോ ബ്ലേസിനെയൊക്കെ ഒന്ന് സെറ്റാക്കാം. പിന്നെ നമുക്ക് മറ്റേ പിഗ്ലിങ്സ് വഴി ട്രേഡ് ചെയ്യണം. ഗോൾഡും കാര്യങ്ങളും ഇപ്പം ചത്തു. ഇവിടെ എല്ലാം കയറി കിടന്നുറങ്ങല്ലേ. ഇവിടെ ഇവിടെ കിടന്നുറങ്ങാം. ഇവിടെ എന്തായാലും ആരും ഇല്ലെന്ന് തോന്നുന്നു. ഗോൾഡും കാര്യങ്ങളൊക്കെ സെറ്റാട്ടോ. ഓൾറെഡി ഗോൾഡ് അയ്യോ സോ ഗായ്സ്, അപ്പോൾ നമ്മൾ നെതറും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് മൈനിങ്ങിനൊക്കെ പോയി അയണും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഡയമണ്ട് ഇല്ലാതെ തന്നെ നമ്മൾ നെതറും കാര്യങ്ങളൊക്കെ സെറ്റാക്കി. അപ്പോൾ അടുത്ത വീഡിയോ നെതറിലും കാര്യങ്ങളൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയതുള്ളൂ കേട്ടോ. മൈനിങ് വഴി ഞാൻ കണ്ടുപിടിച്ചു കേട്ടോ. അതുകൊണ്ട് ആ സൈഡിലായിട്ട് പെട്ടെന്ന് പോകുന്ന ഒരു വഴി കണ്ടുപിടിച്ചു. അതിനി കാണിക്കാനാണെങ്കിൽ അങ്ങ് പോകേണ്ടി വരും ഗൈസ്. അപ്പോൾ നമുക്ക് ഇനിയും അടുത്ത വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്. പനിയും കാര്യങ്ങളൊക്കെ ആവശ്യം. ഇപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കല്, സബ്സ്ക്രൈബ് മറക്കല്, ഷെയർ ചെയ്യണം, എല്ലാ ഐറ്റംസ് ചെയ്യണം. ഓക്കെ, ടാറ്റ ബൈ, സീ യു ലേറ്റർ.